മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാർ, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ തന്നെ കണ്ണായ സ്ഥലങ്ങളിലെ വഖഫ് ഭൂമികൾക്ക് തുച്ഛമായ വാടക കൊടുത്ത് അവിടങ്ങളിൽ വലിയ ബിസിനസ് സംരംഭങ്ങൾ നടത്തി വരികയായിരുന്നു. അത് മുഴുവൻ പിടിച്ചെടുത്ത് വീണ്ടും ടെൻഡർ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന പണം മുഴുവൻ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു അന്ന് പറയപ്പെട്ടത്, അന്ന് വിഭാവനം ചെയ്തത്. നായനാരുടെ കാലത്ത് നിയമിതനായ നിസാർ കമ്മീഷൻ കേരളത്തിൽ അനാഥമായി പോകുന്ന വഖഫ് സ്വത്തുക്കൾ മുഴുവൻ സംരക്ഷിക്കണമെന്ന് ശക്തമായി അഭിപ്രായപ്പെട്ടു. അത് തുടർന്നാണ് വഖഫ് സ്വത്തുക്കളുടെ സർവേ നടത്താൻ വേണ്ടി ഒന്നാം പിണറായി സർക്കാർ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വഖഫ് സർവേറെ വെച്ചു. വഖഫ് സ്വത്തുക്കൾ എല്ലാ ജില്ലകളിലും അതിന്റെ സർവേ പൂർത്തിയാക്കി, റെക്കോർഡാക്കി. ഇടതുപക്ഷ സർക്കാരിന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യവും സർക്കാരിനില്ലായിരുന്നു എങ്കിൽ എന്തിന് അത്തരമൊരു ഉദ്യമത്തിന് സർക്കാർ മുതിർന്നു? ലീഗിന്റെ നേതൃത്വത്തിൽ ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ അത്? എന്തേ അവരത് ചെയ്തില്ല? പല ദർഗകളോടനുബന്ധിച്ചും പല വഖഫ് സ്വത്തുക്കളോടനുബന്ധിച്ചും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരാണ്. ഈ കണ്ണൂർ ജില്ലയിൽ വരെ തളിപ്പറമ്പിൽ നൂറുകണക്കിന് ഏക്കർ സ്ഥലം വഖഫ് സ്വത്ത് വകമാറ്റി ചെലവഴിക്കുകയും വിറ്റഴിക്കുകയും ചെയ്തു എന്നുള്ള ആക്ഷേപം ഉയർത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ ലീഗുകാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 വർഷം സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും മുസ്ലിം ലീഗിന് ഈ 5 വർഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഇടതുപക്ഷ സർക്കാർ എടുത്താൽ തൊട്ടടുത്ത 5 വർഷം അതിനെ ദുർബലമാക്കുക എന്നുള്ള നയമാണ് അവർ സ്വീകരിച്ചു പോന്നിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിന് തുടർ നടപടികൾ ഉണ്ടായി. അതോടുകൂടി കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ വഖഫ് ബോർഡിന്റേതായി മാറി. പുത്തൻപള്ളി ജാറത്തോടനുബന്ധിച്ച വലിയ കെട്ടിടങ്ങളിൽ വരെ 100 രൂപക്കും 150 രൂപക്കും വാടക കൊടുത്ത് പലരും കച്ചവടം നടത്തിയിരുന്നത് അവസാനിപ്പിച്ചു. ഞങ്ങളത് റീടെൻഡർ ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവാണ് ആ റീടെൻഡറിൽ ഉണ്ടായത്. ഞങ്ങളാരും ഞങ്ങളുടെ വീട്ടിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ അല്ല അധികമായി കിട്ടിയ എമൗണ്ട് കൊണ്ടുപോയത്. ആ എമൗണ്ട് മുഴുവൻ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിച്ചു. വഖഫ് ബോർഡിന് ഒരുപാട് പദ്ധതികളുണ്ടായി. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പെൻഷൻ മുടങ്ങാതെ കൊടുത്തു. കഴിഞ്ഞ 10 വർഷം 1 മാസമെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അധ്യാപകരോട്, പണ്ഡിതന്മാരോട്, മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്കൂ. പാവപ്പെട്ട മുസ്ലിയാക്കന്മാരുടെ മക്കൾക്ക് സർക്കാർ കോട്ടയിൽ MBBS അഡ്മിഷൻ കിട്ടിയാൽ അവരുടെ ഫീസ് മുഴുവൻ വഖഫ് ബോർഡ് കൊടുത്തു. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയാൽ, NIT-കളിലോ AIT-യിലോ അഡ്മിഷൻ കിട്ടിയാൽ, IIT-കളിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടുത്തെ ഫീസ് മുഴുവൻ കൊടുത്തത് വഖഫ് ബോർഡാണ്. അങ്ങനെ വഖഫ് ബോർഡിനെ സമ്പന്നമായിട്ടുള്ള ഒരു സംവിധാനമാക്കി 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം മാറ്റി. മുസ്ലിം ലീഗിനത് സഹിക്കാൻ കഴിയുന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ കാലത്ത് ഭരണം ഏതൊരാളും എന്തൊരു കാര്യം തങ്ങൾക്ക് കിട്ടണമെങ്കിലും എന്ന വാശിയാണ്. അതിനുവേണ്ടിയാണ് വഖഫ് ബോർഡിനെ ലീഗ് അധീനപ്പെടുത്താൻ വേണ്ടി എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കോഴിക്കോട്ട് കടപ്പുറത്ത് വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ലീഗ് നടത്തിയ ഒരു മഹാജാഥയെക്കുറിച്ച് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ എന്താണ് തീരുമാനിച്ചതെന്ന്? നമ്മൾ തീരുമാനിച്ചത് PSCയിലൂടെ കേൾപ്പിച്ച യോഗ്യന്മാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും വഖഫ് ബോർഡിൽ നിയമിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതിന് നാട്ടിൽ മുഴുവൻ നടന്നുകൊണ്ട് ഈ എതിർത്ത് പറഞ്ഞത് അന്യ സമുദായക്കാരെ വഖഫ് ബോർഡിലെ ജീവനക്കാരാക്കി കൊണ്ടുവരാനാണ് ഈ നിയമം ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. വഖഫിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ദിവസം എറണാകുളത്തെ വഖഫ് ബോർഡിന്റെ ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ നിയമനം കിട്ടുന്ന ആളുകളുടെ കെൽപ്പില്ലായ്മ, അവരുടെ പ്രാപ്തിയില്ലായ്മ എനിക്ക് കൂടി ബോധിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നല്ല മികവുറ്റ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഖഫ് ബോർഡിൽ ജീവനക്കാരായി വരണം,
എങ്കിൽ മാത്രമേ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ വിധേയരായിട്ട് നിൽക്കും, ലീഗിന് വിധേയരായിട്ട് നിൽക്കും. അങ്ങനെ ലീഗിന് വിധേയരായിട്ട് നിൽക്കുന്ന ആളുകളെ കൊണ്ട് അവർക്ക് എന്തും ചെയ്യിക്കാൻ കഴിയും. എന്നാൽ PSC മുഖേന നിയമിക്കപ്പെടുന്നവരെ തൊടാൻ ഒരാൾക്കും പറ്റില്ല, ഒരു ഭരണകൂടത്തിനും കഴിയില്ല, ഒരു വഖഫ് ബോർഡിനും സാധിക്കില്ല. ആ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരായി നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിങ്ങളെ കോഴിക്കോട്ട് കടപ്പുറത്ത് ലീഗ് സംഘടിപ്പിച്ചത്. അവർക്ക് വഖഫ് ബോർഡിന്റെ ഉള്ളിൽ അവരനുകൂലിക്കുന്നവർ വേണം. എഴുതാനും വായിക്കാനും അറിയുന്നവരെ എല്ലാവർക്കും ആവശ്യം. അവർക്ക് മയ കുയി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തരം സ്ഥാനങ്ങളിൽ വരുന്നതാണ്. അതിനുവേണ്ടിയാണ് അവരെ ശ്രമിച്ചത്. നമ്മളുടെ സർക്കാരിന്റെ സമയത്ത്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. പുതുക്കനായിട്ടുള്ള ഒരു ചെയർമാൻ വഖഫ് ബോർഡിനുണ്ടായി, കെ സംസ. അദ്ദേഹം മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു. ലീഗിനോട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം ലീഗുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. മതസംഘടനകളുമായി നല്ല ബന്ധം. വഖഫ് ബോർഡുമായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പരിചയസമ്പന്നനായിട്ടുള്ളയാളാണ് കെ സംസ. അദ്ദേഹത്തെ ചെയർമാനാക്കി. രണ്ട് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം ഏറ്റവും ചുരുങ്ങിയത് എന്നുള്ള വ്യവസ്ഥ ഇവിടെ നിർത്തി. അത് പാലിച്ചില്ല. അതല്ലാത്ത മറ്റെല്ലാ വ്യവസ്ഥകളും പാലിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. കെ സംസയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് വഖഫ് ബോർഡ്. ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, വഖഫ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രി വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയത്. അതിനെതിരായി ഹൈക്കോടതിയിൽ അവര് അഫിഡവിറ്റ് കൊടുത്തത് കേന്ദ്രത്തിന്റെ പുതിയ വഖഫ് നിയമം അനുസരിച്ചല്ല കേരളത്തിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. കാരണമായിട്ട് പറഞ്ഞത്, രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിലെ വഖഫ് ഭേദഗതി നിയമത്തിന് വിരുദ്ധമാണ് ഈ പുനഃസംഘടന, നിലവിലെ വഖഫ് ബോർഡ്. അതിനാൽ ആ വഖഫ് ബോർഡ് പിരിച്ചുവിടണം. ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ലീഗ് അത് പറയാൻ പാടുണ്ടോ? ലീഗ് എന്താണ് പറയേണ്ടത്? ലീഗ് ഉൾപ്പെടെ ഈ നിയമത്തിനെതിരായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ ലീഗിനുണ്ടായില്ല, അവർക്കുണ്ടാവില്ല. കാരണം ലീഗിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വഖഫ് സ്വത്തുക്കളുടെ ദുർവിനിയോഗത്തെ തുടർന്ന്, അത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അവരുടെ പുരയിടം മുഴുവൻ കണ്ടുകെട്ടാൻ വഖഫ് ബോർഡിന് കോടതി അനുവാദം നൽകിയിരിക്കുന്നു. അതിലേക്ക് കോടതി കടക്കും എന്നുള്ള ഭയത്താലാണ് രണ്ട് മുസ്ലിങ്ങളെ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല വഖഫ് ബോർഡിൽ. അതും കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പുതിയ നിയമത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. അതിനെതിരായി വലിയ പ്രതിഷേധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു. അവസാനം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ഇന്നലെയോ മിനിയാന്നോ അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതി എന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഞങ്ങൾ അത് ചെയ്യുകയുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്? നിലവിലുള്ള നിയമമനുസരിച്ച് ഒരിക്കലും വഖഫ് ബോർഡ് UDF സർക്കാരിന് പിരിച്ചുവിടാൻ കഴിയില്ല. സുപ്രീം കോടതി രണ്ട് അമുസ്ലിങ്ങളെ വെക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് അമുസ്ലിങ്ങളെ വെച്ച് വഖഫ് ബോർഡ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ മറ്റു വഴികളൊന്നും ലീഗിന്റെ മുന്നിലില്ല. ഞാനിത് പറഞ്ഞത്, മുസ്ലിം ലീഗ് ഏത് കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിലെ സമ്പന്നന്മാരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബെനഫിറ്റിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് അവർ ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്.